എൻ്റെ പേര് ഓമന. ഞാൻ തൃശ്ശൂർ മനക്കുരിയിൽ നിന്ന് വരുന്നു. എൻ്റെ ജീവിത പങ്കാളി ഫ്രാൻസിസിന് ക്യാൻസർ രോഗം സൗഖ്യപ്പെട്ടതിൻ്റെ സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. 2025 മെയ് മാസത്തിൽ തൊട്ട് ഞങ്ങൾ കൊന്ത കൂടി തുടങ്ങി. അന്ന് ചെറുതായിട്ട് ഹെർണി ഉണ്ടായിരുന്നു. അപ്പോൾ ഹെർണിക്ക് നിയോഗം വെച്ചാണ് ഞങ്ങൾ ജപമാല കൂടിയിരുന്നത്. അവിടെ നിന്ന് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്തായാലും ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ച് അമലയിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഹെർണിയെ കുഴപ്പമില്ലടോ, താൻ ഗ്യാസ്ട്രോയിനൊന്ന് കാണിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഗ്യാസ്ട്രോയെ ഡോക്ടറെ കാണിച്ചപ്പോൾ അവർ എന്തോ സംശയം തോന്നിയിട്ട് എൻഡോസ്കോപ്പി ചെയ്യാൻ പറഞ്ഞു. എൻഡോസ്കോപ്പി ചെയ്തു. അത് കഴിഞ്ഞ് CT സ്കാൻ ചെയ്തു. അപ്പോഴാണ് വയറിൻ്റെ ഉള്ളിൽ അൾസറും ഉണ്ട്, ഒരു തടിപ്പുണ്ട്, അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞത്. അങ്ങനെ പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് മെയ് 20 അഡ്മിറ്റായി. 24 ഓപ്പറേഷൻ. അപ്പോൾ തന്നെ ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു 90 ജപമാല ചൊല്ലി സൗഖ്യപ്പെട്ട് സാക്ഷ്യം പറയാമെന്ന് ഈശോയ്ക്ക് വാക്ക് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനത് സ്വീകരിച്ചു. ഞങ്ങളിപ്പോൾ 197 ജപമാല, അത്ഭുതങ്ങളുടെ ജപമാലയും കൺവെൻഷനും കൂടി ഇപ്പോൾ ഞങ്ങൾ 197 എണ്ണം ഞങ്ങൾ കൂടി. കഴിഞ്ഞ ഡിസംബറിൽ റേഡിയേഷൻ കഴിഞ്ഞു, കീമോ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ ചേട്ടന് ഓപ്പറേഷൻ ചെയ്തിട്ട് പഴുത്തിട്ട് വീണ്ടും കൊണ്ടുപോയി ഓർമ്മ കെടുത്തിയ ആ ഓപ്പറേഷൻ അത്രയും സ്ഥലം വീണ്ടും തരിപ്പിച്ചിട്ട് വീണ്ടും റീഓപ്പൺ ചെയ്തു. അന്ന് തന്നെ ചൊവ്വാഴ്ച വൈകുന്നേരം അച്ഛൻ പറയണ്, ഓപ്പറേഷൻ ചെയ്ത് പഴുപ്പായ വീണ്ടും റീഓപ്പൺ ചെയ്ത രോഗിയെ ഈശോ സൗഖ്യപ്പെടുത്തണമെന്ന്. അപ്പം ഞങ്ങൾ കുറച്ച് വിശ്വസിച്ചാൽ ഞങ്ങളുടെ ചേട്ടൻ തന്നെയാണ്. ഈ വീണ്ടും റീഓപ്പൺ ചെയ്ത് പഴുപ്പ് കളഞ്ഞ് വീണ്ടും സ്റ്റിച്ചിട്ട് അവിടെ നിന്ന് എണീറ്റ് വരുമ്പോൾ ഒന്നും സംഭവിക്കാത്ത പോലെയില്ല, ഒരു വേദനയും ഇല്ല, ഒന്നുമില്ല. പിറ്റേ ദിവസം ഡ്രസ്സ് ചെയ്യാൻ ഒരു ചേട്ടൻ വീട്ടിലേക്കാണ് വന്നിരുന്നത്. അപ്പോൾ ആ ചേട്ടൻ വന്ന് ചോദിക്കുന്നു, എന്താ ഫ്രാൻസ് ചേട്ടാ മുറിവ് വേഗം ഉണങ്ങിയല്ലോ, അത് എന്ത് അത്ഭുതം ഉണ്ടായേ? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഏലറുകയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ബയോപ്സി വന്നപ്പോൾ പോസിറ്റീവായി. വീണ്ടും ഞങ്ങൾ ജപമാല വിട്ടില്ല, ജപമാല കൂടും, അത്ഭുതങ്ങളുടെ ജപമാല, അതുപോലെ ബന്ധന പ്രാർത്ഥന ചെല്ലും, കർത്താവിൻ്റെ സംരക്ഷണം, 124 സങ്കീർത്തനം ഒക്കെ ഞങ്ങൾ ദിവസം ചെല്ലും. അങ്ങനെ ചെല്ലി ഈ മുറിവൊക്കെ ഉണങ്ങിയെന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ റേഡിയേഷനും കീമോ വരുന്നത്. അപ്പോൾ റേഡിയേഷനും കീമോ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇങ്ങനെയായി. അപ്പോൾ ഞാൻ കെടുക്കണ നേരത്തെ ഞാൻ സാഷ്ടാംഗ പ്രാർത്ഥന ചെല്ലി, തീർത്ഥത്തിന്റെ ആ പ്രാർത്ഥന 33 പ്രാവശ്യം കമിഴ്ന്ന് കിടന്ന് ഞാൻ ചെല്ലും. അങ്ങനെ എല്ലാം ചെല്ലി അത് കഴിഞ്ഞു. 3 കീമോ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഛർദി ഉണ്ടാവും, തലചുറ്റുണ്ടാവും. ഞാൻ ആകെ വിഷമിച്ചു. പക്ഷെ ഒരു കുഴപ്പമുണ്ടായില്ല. റേഡിയേഷന് 2 ദിവസം മോൻ കൊണ്ടുപോയി, പിന്നെ ആൾ തന്നെ പോയി. അപ്പോൾ എല്ലാവരും വഴക്ക് പറഞ്ഞു, എന്ത് ഫ്രണ്ട്സായിട്ട് എങ്ങനെ? അപ്പം ഞാൻ പറഞ്ഞ ആൾക്ക് നല്ല ധൈര്യം ഉണ്ട്. അപ്പോൾ ചേട്ടൻ എനിക്ക് നല്ല ധൈര്യം, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് പരിശുദ്ധാത്മാവ് തരുന്ന ധൈര്യമാണ്, അല്ലാണ്ട് വേറെ ഒന്നല്ല എന്ന് പറഞ്ഞു. പിന്നെ ചേട്ടൻ്റെ മേല് മുഴുവൻ ഇങ്ങനെ പാമ്പിൻ്റെ തൊലി മുരിഞ്ഞ പോലെ എന്ന് പറയില്ലേ, നമ്മൾ മുഴുവൻ ഈ റേഡിയേഷനും കീമോയും ചെയ്തിട്ട് മുഴുവൻ വെണ്ട് പൊളിഞ്ഞ പോയില്ലേ. അപ്പോൾ ചേട്ടൻ എപ്പോഴും പറയും, ഇത് നോക്കിയാൽ എൻ്റെ വയറും എൻ്റെ കാലിൽ നോക്കിയാൽ കൈ നോക്കിയാൽ. അപ്പം ഞാൻ പറയും, ചേട്ടാ രോഗം മാറി കുറവായില്ലേ, ഇതല്ല ഇത് നമുക്ക് മാറ്റാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ 33 വിശ്വാസ പ്രമാണം ചൊല്ലി വെഞ്ചിരിച്ച് ഒലിവായിൽ പരറ്റും. അങ്ങനെ പരറ്റി ഇപ്പോൾ എന്തായി, ഒരു കുഴപ്പമില്ല. നമ്മുടെ നോർമൽ തൊക്ക് പോലെയായി ശരീരത്തിൻ്റെ തൊലി, ഒരു കുഴപ്പമില്ല. ഡിസംബറിൽ ഇത് കഴിഞ്ഞിട്ട് ജനുവരിയിൽ ടെസ്റ്റ് ചെയ്തു, സ്കാനിങ്ങും ചെയ്തു. അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു, ഇത്തിരി വില പിടിപ്പുള്ള ബ്ലഡ് ടെസ്റ്റാണ്. അത് ചെയ്തു നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ലടോ എന്ന് പറഞ്ഞു. ഇനി വീണ്ടും 3 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ സാക്ഷ്യം പറയാൻ വന്നപ്പോൾ ബ്രദർ പറഞ്ഞു 3 മാസം കൂടി കഴിഞ്ഞ് അത് ഉറപ്പ് പറഞ്ഞിട്ട് ചേട്ടനും കൊണ്ടുപോയോ എന്ന് പറഞ്ഞു. വീണ്ടും ഞങ്ങൾ ഏപ്രിൽ 17 ഞങ്ങൾ പോയി സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും നടത്തി. ഒന്നിലൊരു കുഴപ്പമില്ല. ഞാൻ ഡേറ്റുകളൊക്കെ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ഡേറ്റിൽ അച്ഛൻ പറഞ്ഞു 19/7/25 അച്ഛൻ പറഞ്ഞു ക്യാൻസർ രോഗത്തിന് മരുന്ന് കഴിക്കുന്ന 3 പേരെ ഈശോ സൗഖ്യപ്പെടുത്തുന്നുണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് 26/7/25 അച്ഛൻ പറഞ്ഞു അതൊരു കൺവെൻഷനായിരുന്നു. ഒരു ക്യാൻസർ രോഗി ഈശോ പൂർണ്ണമായി സൗഖ്യപ്പെടുത്തുന്നു, ക്യാൻസർ രോഗികളുടെ വീട്ടുകാർ പ്രാർത്ഥിച്ചോ? ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. പിന്നെ 29/7 9/8 അച്ഛനും പറഞ്ഞു, ബ്രദറും പറഞ്ഞു ഓമനെ അനുഗ്രഹിക്കുന്നു എന്ന്. പിന്നെ വീണ്ടും പറഞ്ഞു 12/8 ക്യാൻസർ രോഗിയെ സൗഖ്യപ്പെടുത്തുന്നു വീണ്ടും പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഉദരസംബന്ധമായ രോഗമുള്ള ഫ്രാൻസിസിന് ഈശോ അനുഗ്രഹിക്കണമെന്ന് അച്ഛൻ ഇതുപോലെ ഒരു കൺവെൻഷൻ പറഞ്ഞു. ഞങ്ങൾ എല്ലാ കൺവെൻഷനും ഞങ്ങൾ കൂടും, അതുപോലെ ജപമാലയും. അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ചിട്ട് ഞങ്ങൾക്ക് ഒട്ടനവധി. അതുപോലെ തന്നെ അച്ഛൻ പറയില്ലേ കല്ലുപ്പ് വെഞ്ചിരിച്ചറിയാം. ഞങ്ങളുടെ മാവ് 10 കൊല്ലത്തെ ഒരു കൊടപ്പുളി ഉണ്ടായിരുന്നു, മാവ്, നെല്ലിക്കപ്പുളി, അങ്ങനെ കുറേ മരങ്ങൾ പൂക്കാതെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാവല്, പിന്നെ റംബൂട്ടാൻ. ഈ കല്ലുപ്പ് വെഞ്ചിരിച്ച് കൺവെൻഷൻ കഴിഞ്ഞ് അപ്പം തന്നെ ഞങ്ങൾ കുന്തിരിക്കം പോയിക്കും, കല്ലുപ്പ് ശക്തിയിൽ എറിയും, അന്നവെള്ളം തെളിക്കും. അതെല്ലാതും പൂത്തു. മൂവാണ്ടം മാങ്ങിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ വയറ് പൊളിയുന്ന പോലെ, എന്നിട്ട് ഇങ്ങനെ കൊഴിഞ്ഞു വീഴുക. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു സഞ്ചി മാങ്ങ ഞാൻ 2025 ഇങ്ങോട്ട് കൊണ്ടുണ്ടായിരുന്നു. ഈ വർഷം ഞങ്ങൾക്ക്
കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കുറേ പൈസ കൂടുതലിന് മാവ് വാങ്ങിയെടുക്കാൻ ആൾ വന്നു. കാര്യങ്ങളടിച്ച് നന്ദി പറഞ്ഞ് സ്നേഹമുള്ളവർ, വലിയ സാക്ഷ്യം നമ്മൾ കേട്ടത് കേട്ടോ. സ്നേഹമുള്ളവർ, ഈ സഹോദരൻ്റെ വയറ്റിൽ ക്യാൻസർ ആയിരുന്നു, അത് മാറിയ സൗഖ്യമാണ്. ഞാൻ അത്ഭുതത്തോടെ കേട്ടിരിക്കുകയായിരുന്നു. കാരണം അവരുടെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സൗഖ്യപ്പെടുത്തും. യാക്കോബ് 5:16. ആരുടെ വിശ്വാസമെന്ന് പറയുന്നില്ല. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സൗഖ്യപ്പെടുന്നു പറയുമ്പോൾ ആരുടെ വിശ്വാസമെന്ന് പറയുന്നില്ല. ഇത് പ്രാർത്ഥിക്കുന്ന ആളുടെ വിശ്വാസമാണോ, പ്രാർത്ഥിച്ച് കൊടുക്കുന്ന ആളുടെ വിശ്വാസമാണോ, ആരുടെ വിശ്വാസമെന്ന് പറയുന്നില്ല. ഇവരെ സംബന്ധിച്ച് ഈ പ്രാർത്ഥിക്കുന്നവരുടെ വിശ്വാസമാണ് കേട്ടോ. അതുപോലെ ഈ ഭാര്യയും ഭർത്താവും ചങ്കുപൊട്ടി പെകനാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ എത്ര 200ഓളം അത്ഭുത ജപമാല തന്നെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ എല്ലാ കൺവെൻഷനുകളും ഇവിടുന്ന് എന്തൊക്കെ പറയുന്നുണ്ട് അത് പിന്നെ അറിയുന്ന എല്ലാ പ്രാർത്ഥനയും കരുണക്കൊന്തി വിശ്വാസവുമാണ്. മറ്റ് പ്രാർത്ഥനകളൊക്കെ എന്തുമാത്രം പ്രാർത്ഥിച്ച് അങ്ങനെ ആ സൗഖ്യം നേടിയെടുത്തു. അതാ പറയുക പ്രഭാഷണം 38:9, എൻ്റെ മകനെ മകളെ നീ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ എന്ന് വെച്ചാൽ നിരാശപ്പെട്ടു പോകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവൾ നിന്നെ സുഖപ്പെടുത്തും. എസെക്കിയാ രാജാവ് അങ്ങനെയായിരുന്നു. അദ്ദേഹം ഇനി അധികം കാലം ആയുസ്സില്ലാന്ന് കേട്ടപ്പോൾ വാവിട്ട് കരഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഈശോയെ കുറച്ചും കൂടി കാലം എനിക്ക് ആയുസ് നീട്ടി തരണേ. കണ്ടോ, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കണ്ണീരോടെയുള്ള ഹൃദയം തുടങ്ങിയുള്ള പ്രാർത്ഥന ദൈവം കേട്ടു. അതുപോലെ ഈ ചേട്ടൻ്റെ അവസ്ഥ കേട്ടോ. നല്ലൊരു കൈയ്യടി കൊടുത്ത വലിയൊരു സൗഖ്യം കിട്ടിയിരിക്കുന്നത് കേട്ടോ. 2 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തു, 2 പ്രാവശ്യത്തെ ടെസ്റ്റിലും ഇല്ല. രണ്ടാളും നല്ല പ്രാർത്ഥനയായിരുന്നു. വീട്ടിൽ ഞങ്ങൾ ദൈവത്തിന് വിളിച്ചോണം തന്നെ വിളിക്കും. കാര്യം നേടുമ്പോൾ ഞങ്ങൾ ദൈവത്തിന് ഉപേക്ഷിക്കുന്നില്ല. അങ്ങനെ ചേട്ടനും ഞാൻ, അപ്പം ഞാനിത് എഴുതി വെച്ച് കൊടുക്കും. ചേട്ടൻ പുലർച്ചെ തുടങ്ങും, 5 മണിക്ക് തുടങ്ങും ചേട്ടൻ പ്രാർത്ഥന.